അത് നിങ്ങൾ കണ്ട പോലെ തന്നെ ഗിവ് അവേ ആണ്. അപ്പോൾ 50K ആയി അന്ന് ഗിവ് അവേ വെക്കണം എന്ന് വിചാരിച്ചതായിരുന്നു. അപ്പോൾ 50 60 ഒക്കെ ഞാൻ എത്ര മുമ്പ് തന്നെ ഓടിപ്പോയി. അപ്പോൾ ഇത് 100Kയിലേക്ക് നമ്മൾ കൗണ്ട് ചെയ്തുകൊണ്ടിരിക്കുമ്പോഴുള്ള ഗിവ് അവേ ആണ്. നമ്മളിവിടെ പ്രധാനമായിട്ട് ലക്ഷ്യമിടുന്നത് ഇതുവരെ ഗിവ് അവേയിൽ പങ്കെടുക്കാത്തവരും പങ്കെടുത്തിട്ടൊന്നും കിട്ടാത്തവരും കൂടെ നമ്മളെ കൂടെ പോരും. അപ്പോൾ നിങ്ങൾ ചെയ്യേണ്ട ഇത്ര മാത്രം ഈ നമ്മളെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യാതൊന്നും പറ്റില്ലല്ലോ. പിന്നെ ഈ വീഡിയോക്ക് ഒന്ന് ലൈക്ക് ചെയ്യുക, കമൻറ്റ്. നിങ്ങൾക്ക് ഒരു സംശയം ഉണ്ടാവും എന്താണ് കമൻറ്റ് ചെയ്യേണ്ടതെന്ന്. ഒന്നല്ല നിങ്ങളെ പേര് മാത്രം കമൻറ്റ് ചെയ്താൽ മതി. പിന്നെ ഇതിനെപ്പറ്റി കൂടുതൽ അറിയാം ഇതിൻ്റെ തൊട്ട് താഴെ തന്നെയുള്ള ആ ക്യാപ്ഷനിലത്തെ വീഡിയോ ഒന്ന് പോയി കണ്ടുവെക്കുക. അതിലെല്ലാം വിശദമായിട്ട് പറഞ്ഞിരിക്കണം. പിന്നെ ഇവിടെ ഈ ഇളക്കും കുഴച്ചുകൊണ്ടിരിക്കുന്നുണ്ടല്ലോ, എണ്ണയിലൊന്നും മുക്കി പൊരിക്കാതെ നല്ല ആവിയിൽ ഉപയോഗിച്ചിട്ടുള്ള ഒരു സ്നാക്കാണ്. അപ്പോൾ ഇതിൽ ഫില്ലിംഗ് ആയിട്ട് കൊടുക്കാനുള്ളത് ഒരു ചിക്കൻ്റെ മസാല ഉണ്ടാക്കിയിട്ട് ബീഫിൻ്റെ ഒക്കെ ഉണ്ടാക്കുക. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട രീതിയിൽ നല്ലൊരു മസാല ഉണ്ടാക്കുക. പിന്നെ അരിപ്പൊടിയിൽ ഉള്ളിയും ജീരകം തേങ്ങ അരച്ചതും ഉപ്പും കൂടി ഇട്ട് ചൂടുവെള്ളത്തിൽ കുഴച്ചെടുത്തതാണ്. അപ്പോൾ ഇത് കയ്യിൽ വെച്ചിട്ട് ഇങ്ങനെ പരത്തി അതിൻ്റെ ഉള്ളിൽ മസാല നിറക്കുക, ആവിയിൽ വേവിച്ചെടുക്കുക. അപ്പോൾ ഇത്രയേ ഉള്ളൂ. അപ്പോൾ എല്ലാവരും ഒന്ന് ഇത് ട്രൈ ചെയ്ത് നോക്കുക. പിന്നെ ഞാൻ നേരത്തെ പറഞ്ഞ ഗിവ് അവേയുടെ കാര്യം മറക്കണ്ട.